കൃഷ്ണ ഗുരുവായൂരപ്പ സർവം കൃഷ്ണാർപ്പണ നമസ്തു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹരേ കൃഷ്ണ ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടും തേർഡ് പാർട്ടിയോടുമുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് ആണ്. അതായത് നിങ്ങളുമായിട്ട് പൂർണ്ണമായിട്ട് നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലുള്ള ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോഴത്തെ ഉള്ള ആ ഒരു ഫീലിങ്സും അവരുടെ ഓർമ്മകളിൽ നിങ്ങളിപ്പോൾ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അവർ ഓർക്കാറുണ്ടോ ഈ ഒരു നോ കോണ്ടാക്റ്റ് അവസ്ഥയിൽ? പൂർണ്ണമായിട്ടും നിങ്ങൾ തമ്മിൽ സെപ്പറേഷനിലാണ്. ആ ഒരു വ്യക്തികൾക്ക് നിങ്ങളോട് ഇപ്പോഴെന്താണ് അവരുടെ ഫീലിങ്സ്, അല്ലെങ്കിൽ അവർ നിങ്ങളെ ഓർക്കാറുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ ഡീപ്പായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. അതുപോലെ അവർക്ക് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ്, ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർ ഹാപ്പിയാണോ എന്നൊക്കെയാണ് നോക്കാനായിട്ട് പോകുന്നത്. തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ചില വ്യക്തികളുടെ കൂടെ ആകാം അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയത്, അല്ലെങ്കിൽ അവരുടെ സ്വന്തം കുടുംബത്തോടൊപ്പം ആവാം, മറ്റൊരു സിറ്റുവേഷനിലേക്കായിരിക്കാം പോയിരിക്കുന്നത്. ആ ഒരു നിലവിലത്തെ സാഹചര്യത്തിൽ നിങ്ങളുടെ വ്യക്തി ഹാപ്പിയാണോ എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങളുണ്ടോ, അതുപോലെ തന്നെ ആ ഒരു തേർഡ് പാർട്ടിയോടുള്ള അവരുടെ ഇപ്പോഴത്തെ ഫീലിങ്സ്, ആ ഒരു സിറ്റുവേഷനിൽ നിലവിലത്തെ സാഹചര്യത്തിൽ അവർ ഹാപ്പിയാണോ, സന്തോഷവാനാണോ അല്ലെങ്കിൽ സന്തോഷവതിയാണോ എന്നാണ് നമ്മളിന്ന് ഡീപ്പായിട്ട് റീഡ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ റെസണേറ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്ത് നെഗറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഇതൊരു ജെൻഡർലെസ് ടൈംലെസ് റീഡിംഗ് ആണ്. ഇതെപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോഴേക്കും ഇത് വാലിഡ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ മുഖം വ്യക്തമായിട്ട് മനസ്സിൽ ആലോചിച്ചതിന് ശേഷം റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക എല്ലാവരും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ, ഞാൻ പറയുന്ന കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ട് തോന്നുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ആ ഒരു ബ്യൂട്ടിഫുൾ മെമ്മറീസൊക്കെ നിങ്ങൾ ഓർത്തെടുക്കുക. കുറച്ച് പ്രയാസമേറിയ ഒരു ഘട്ടമാണ് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ പ്രിയപ്പെട്ട വ്യക്തികൾക്കാണ്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്ന ആൾ നിങ്ങളുടെ ഹസ്ബൻഡാകാം, നിങ്ങളുടെ വൈഫാകാം, നിങ്ങളുടെ ലവറാവാം, നിങ്ങളുടെ പാർട്ട്ണറാകാം. ഒരു കാലത്ത് നിങ്ങളെ വളരെയധികം സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നൊരു വ്യക്തി, എന്നാൽ ഇപ്പോൾ നിങ്ങളുമായിട്ടൊരു പൂർണ്ണമായിട്ട് നോ കോണ്ടാക്റ്റ് അവസ്ഥയും. നിങ്ങൾക്ക് അവരെപ്പറ്റി ഒരു കാര്യവും അറിയില്ല. അവരെവിടെയാണെന്നറിയില്ല, എന്താണെന്നറിയില്ല, ഏതാണെന്നറിയില്ല. അവർ നിങ്ങളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് പോയി. ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും അവരുടെ ചിന്തകളിൽ നിങ്ങളുണ്ടോ എന്നാണ് നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത്. അതിനുശേഷം അവരുടെ കറണ്ട് സിറ്റുവേഷനും കൂടി എടുത്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ആ ഒരു വ്യക്തിയുടെ ചിന്തകളിൽ നിങ്ങളുണ്ടോ എന്നാണ് ആദ്യമായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് യാദൃശ്ചികമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളോട് ഈ ഒരു സമയത്ത് പ്രപഞ്ചശക്തിക്ക് എന്തോ കാര്യം പറയാനുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണേണ്ടി വരുന്നത്. അതുപോലെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ, ഒരു മെസ്സേജ് ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് മനസ്സിലാക്കുക നിങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാനിടയാകുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ വ്യക്തിയുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിൽ ആലോചിച്ചതിന് ശേഷം ഈ ഒരു വീഡിയോ കാണുക. അവരുമായിട്ടുള്ള മെമ്മറീസൊക്കെ നിങ്ങൾ ഓർത്തെടുക്കുക. ഇതിങ്ങനെ എപ്പോഴും പറയുന്നത് എന്താണെന്നറിയാമോ? അത് നിങ്ങൾക്ക് കൂടുതൽ ഇത് റെസണേറ്റ് ആവാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്, അല്ലാതെ ആവർത്തന വിരസതയ്ക്ക് വേണ്ടിയല്ല പറയുന്നത്. നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ എനർജി ഇവിടെ കൊണ്ടുവരണം, ആ വ്യക്തിയെ നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരണം. അതിനു വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഇതൊരു ജനറൽ റീഡിംഗ് ആണെങ്കിലും നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ റെസണേറ്റ് ആവണം, അതിനു വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ കാർഡുകൾ ഷഫിൾ ചെയ്യട്ടെ. ആ ഒരു വ്യക്തി, അതായത് നിങ്ങളുടെ പ്രിയപ്പെട്ടവൻ്റെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ടോ എന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി എന്ന് പറയുന്ന ഒരാൾ നിങ്ങളുമായിട്ട് വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ച ആൾ, നിങ്ങൾ ഒരുപാട് സ്നേഹം, അതായത് നിങ്ങളെക്കാൾ കൂടുതൽ സ്നേഹിച്ചൊരു വ്യക്തിയാണ്. നിങ്ങൾ ഇവർക്ക് വേണ്ടിയാണ് ജീവിച്ചത്, സകലതും ഉപേക്ഷിച്ചത് നിങ്ങൾ ഇവർക്ക് വേണ്ടിയാണ്. പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളോട് ചെയ്തത് കൊടിയ വഞ്ചനയായിരുന്നു. അതായത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് എന്താണ്, അവർക്ക് മറ്റൊരു ബന്ധം, കുറേ പേരുടെ എനർജിയാണ് കേട്ടോ ഞാൻ പറയുന്നത്, മറ്റൊരു ബന്ധം അവർക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. പാരലായിട്ട്
രണ്ട് ബന്ധങ്ങൾ ഒരേപോലെ കൊണ്ടുപോയിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ആ ഒരു വ്യക്തി പല കള്ളങ്ങളും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഒരു കാർമിക് പാർട്ട്ണർ ആവാനുള്ള ഒരു സാധ്യതയാണ് കൂടുതൽ. അതായത് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ സന്തോഷത്തിനേക്കാളേറെ നിങ്ങൾ ദുഃഖിച്ചിട്ടുണ്ട്. അതായത് തുടക്കത്തിൽ ഈ ഒരു ബന്ധത്തിൽ വളരെ സന്തോഷകരമായി, ഇപ്പം നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും, നിങ്ങൾ ലവേഴ്സ് ആണെങ്കിലും, നിങ്ങൾ പാർട്ട്നേഴ്സ് ആണെങ്കിലും, നിങ്ങളുടെ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിലാണെങ്കിലും, നിങ്ങൾ തുടക്കത്തിൽ നിങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു വൈകാരിക ബന്ധവും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇമോഷണൽ ബോണ്ടും അതുപോലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫിസിക്കൽ അട്രാക്ഷനൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ബന്ധത്തിൽ. പക്ഷേ പിന്നീട് അങ്ങോട്ട് പോകുമ്പോഴേക്കും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചൊരു വ്യക്തിയാണ്. ഇത് പാസ്റ്റിൽ നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചൊരു വ്യക്തിയാണ് നിങ്ങളിപ്പോൾ മനസ്സിലോർത്ത ആ ഒരു വ്യക്തി. അതുപോലെ നിങ്ങളെ വഞ്ചിച്ചതായിട്ടും കാണുന്നുണ്ട്. ഇവർക്ക് ഒന്നിലധികം റിലേഷൻഷിപ്പ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ ഇവർ മാരീഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരുന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ മാരി ചെയ്തിട്ട് ഇവർക്ക് മറ്റൊരു ബന്ധം ഇവർക്ക് അതേ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ഈ ഒരു വ്യക്തി നിങ്ങളെപ്പറ്റി ഇപ്പോൾ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. കാര്യം ഇവിടെ ഒരു സോറോ കാർഡ് വന്നിട്ടുണ്ട്. ഭയങ്കര വേദന അവർ അനുഭവിക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിപ്പോൾ ഒരു തിരിച്ചറിവ് വരുന്നുണ്ട്. ഇത് നിങ്ങളെ വേദനിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പം ഞാൻ പലതും ഇപ്പം അനുഭവിക്കേണ്ടി വരുന്നത്. അതായത് നിങ്ങൾക്ക് വാല്യൂ ഒന്നും കൊടുക്കാതിരുന്നൊരു വ്യക്തിയെ, തരാതിരുന്നൊരു വ്യക്തിയായിരുന്നായിരിക്കാം നിങ്ങളുമായിട്ട് ബന്ധമുണ്ടായിരുന്ന സമയത്ത് ഈ ഒരു വ്യക്തി നിങ്ങളെ ഒട്ടും പരിഗണിക്കാതിരുന്നൊരു വ്യക്തിയായിരിക്കണം. അതുപോലെ തന്നെ എല്ലാ പഴികളും നിങ്ങളുടെ മേൽ ചാരി രക്ഷപ്പെടുന്ന ഒരു എനർജിയും കാണിക്കുന്നുണ്ട് ശരിക്കും. അതുപോലെ പിന്നെ പല കള്ളങ്ങളും നിങ്ങളുടെ അടുത്ത് പറഞ്ഞതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മാനിപ്പുലേറ്റീവ് എനർജി ആയിരിക്കും. ഒരു മാനിപ്പുലേറ്റർ ആയിരുന്നായിരിക്കും ഇവർ. കാര്യങ്ങൾ വഴിതിരിച്ച് വിടാൻ മിടുക്കനാണ്, അല്ലെങ്കിൽ മിടുക്കിയായിരുന്നു. കാര്യം എല്ലാ കുറ്റവും നിങ്ങളുടെ തലയിൽ വെച്ചിട്ട് രക്ഷപ്പെടുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാ ഒരു വ്യക്തിക്ക് നിലവിലത്തെ സാഹചര്യമായിരിക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഡീപ്പായിട്ട് അടുത്ത കാർഡുകൾ എടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വ്യക്തി ഒരുപാട് വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു വിഷമത്തിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിപ്പം മനസ്സിലാകുന്നുണ്ട് ഇവർക്കൊരു ദൈവവിശ്വാസമൊന്നും ഇല്ലാത്തവരായിരുന്നായിരിക്കാം, അല്ലെങ്കിൽ യൂണിവേഴ്സിലൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒരു വിശ്വാസം മാത്രം. പക്ഷേ ഇപ്പോൾ ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇവർ പണ്ട് നിങ്ങളെ ധിക്കരിച്ച് നിങ്ങളെ ഞാൻ അവളില്ലെങ്കിലോ അല്ലെങ്കിൽ അവനില്ലെങ്കിലും നല്ല സുഖമായിട്ട് ജീവിച്ച് കാണിക്കും എന്നൊക്കെ പറഞ്ഞ് പോയ വ്യക്തി ഇപ്പോഴൊരുപാട് കഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അവരൊരുപാട് വേദനിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സത്യസന്ധമായ വേദനയാണ്. നമ്മൾ അന്നും റീഡ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. കാര്യം ഈ ഒരു വേദന ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ കുടിച്ചതിൻ്റെ ഒരു 4 ഇരട്ടി കണ്ണീര് ഈ ഒരു വ്യക്തി കുടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും അവരൊട്ട് ഹാപ്പി അല്ല എന്നാണ് കാണിക്കുന്നത്. അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് ഭയങ്കര കുറ്റബോധം വരുന്നുണ്ട് ശരിക്കും. അവർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളും ഈ ഒരു വ്യക്തിയും തമ്മിലുള്ള ഒരു ബന്ധം ഒരു പ്യുവർ കാർമിക് റിലേഷൻ ആയിരുന്നു. ഈ ഒരു കാർമിക് റിലേഷൻഷിപ്പ് ആയതുകൊണ്ടാണ് നിങ്ങൾ വളരെ ഭയങ്കര സ്നേഹമൊക്കെ ആയിരിക്കാം നിങ്ങളുടെ ഇടയിൽ. പിന്നെയാണ് അതൊരു വഴക്കിലേക്ക് പോയതും കാര്യങ്ങളുമൊക്കെ. അപ്പം ആ ഒരു കാർമിക് എലമെൻറ്റുകൾ എൻഡ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കർമ്മ പൂർത്തീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഒരു എനർജിയാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ ഓരോ നിമിഷവും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നതായിട്ട് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ ഫ്രെയിം എന്ന പോലെ ഇവരുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള പഴയ ഓർമ്മകളൊക്കെ. ഇപ്പോഴേത് സാഹചര്യത്തിലാണെങ്കിലും അവർ ഒരുപാട് വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്കിപ്പോൾ നല്ല കുറ്റബോധമുണ്ട്. അവർ ജീവിതത്തിൽ സന്തോഷമായിട്ടൊന്ന് ഉറങ്ങിയിട്ട് നാളുകളായി, അല്ലെങ്കിൽ ഒന്ന് ചിരിച്ചിട്ടൊന്ന് തുറന്ന് ചിരിച്ചിട്ടും ഒന്ന് മനസ്സ് തുറന്ന് ഒന്ന് ചിരിച്ചിട്ട് തന്നെ നാളുകളായി. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ ഇവരുടെ തെറ്റുകൊണ്ടാണ് ഈ ഒരു ബന്ധം എൻഡായത്. അതായത് നിങ്ങൾ ഇവരെ ഒരുപാട് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്നൊരു വ്യക്തിയാണ്. ഇവരുടെ ഒരു പ്രശ്നം, ഇവരുടെ തെറ്റായ തീരുമാനത്തിൻ്റെ ഫലമാണ്, അല്ലെങ്കിൽ ഇവരുടെ എടുത്തുചാട്ടത്തിൻ്റെ ഫലമാണ് നിങ്ങളുടെ മനോഹരമായിട്ടുള്ള ബന്ധം എൻഡാകുന്നതിന് കാരണമായത് എന്നിവരിപ്പം ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവരെ നല്ല രീതിയിൽ വേദനിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ചിന്തകളിലൊക്കെ ഈ ഒരു വ്യക്തിയുടെ ചിന്തകളിലൊക്കെ നിങ്ങളെക്കുറിച്ച് അവർ ഓർക്കുന്നുണ്ട് നല്ല രീതിയിൽ. പക്ഷേ ഈ ഒരു വ്യക്തിക്കറിയാം ഈ ഒരു വ്യക്തി കാരണമാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത്. അപ്പോൾ നിങ്ങളിലേക്ക് വരണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർ ഇപ്പം നല്ല രീതിയിൽ ട്രോമ അനുഭവിക്കുന്നുണ്ട്. ഇവർ നിങ്ങളെ വഞ്ചിച്ച ഒരാളാണ്. പാസ്റ്റിൽ നിങ്ങളുടെ കൂടെ, ഇപ്പം നിങ്ങളുടെ ഹസ്ബൻഡ് ആണെങ്കിലും നിങ്ങളുടെ വൈഫാണെങ്കിലും നിങ്ങളുടെ ലവറാണെങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങളോട് ഒട്ടും സത്യസന്ധനല്ലായിരുന്നു, അല്ലെങ്കിൽ സത്യസന്ധയല്ലായിരുന്നു. ഇവർ നിങ്ങളെ പറ്റിക്കുകയും വഞ്ചിക്കുകയും ചെയ്ത വ്യക്തികളാണ്. ഇവർക്കൊന്നിൽ
ഒന്നിലധികം റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ്, ഇവർ ഈ ഒരു ബന്ധത്തെ ഒരു നിസ്സാരവൽക്കരിച്ചാണ് കണ്ടത്. എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ ഇതെന്നൊക്കെ പറഞ്ഞ് വളരെ ഒരു പ്രാധാന്യം കൊടുക്കാതെ നിങ്ങളെ ശാരീരിക ഉപദ്രവം ഏൽപ്പിക്കുകയും നിങ്ങൾക്കൊരു ഇപ്പം ഭർത്താക്കന്മാരാണെങ്കിൽ ഭാര്യ ശാരീരിക ഉപദ്രവവും, ഇപ്പം ഭാര്യമാരാണെങ്കിൽ ഭർത്താവിന് സൗകര്യം കൊടുക്കാതെ എപ്പോഴും ഫോണിലും അതുപോലെ തന്നെ മറ്റൊരു ബന്ധത്തിലേക്ക് പോകുക, ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് ശരിക്കും. ഇപ്പം ഭാര്യമാരാണെങ്കിൽ ഒട്ടും വിശ്വസ്തരല്ല, ഭർത്താക്കന്മാരാണെങ്കിൽ ഇപ്പോൾ ലവേഴ്സ് ആണെങ്കിലും അവരൊട്ടും വിശ്വസ്തരല്ല. ഒന്നിലധികം ബന്ധങ്ങളായിരുന്നു ഇവർക്ക് പാസ്റ്റിലുണ്ടായിരുന്നത്. അപ്പം ഇവരുടെ മനസ്സിലുണ്ട് നിങ്ങളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ പോലും ഇവർക്കറിയാം തെറ്റ് ചെയ്തത് ഇവരാണ്, നിങ്ങളോട് കൊടിയ വിശ്വാസവഞ്ചന കാണിച്ചത് ഇവരാണെന്നുള്ളൊരു ഉത്തമ ബോധ്യം ഇവർക്ക് വന്നിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ നിരപരാധിയായിരുന്നു, നിങ്ങളെല്ലാ രീതിയിലും ഇവർ പറയുന്നതൊക്കെ അന്ന് അതേപടി വിശ്വസിച്ചു. പിന്നെയാണ് ഇവരുടെ പെരുമാറ്റത്തിൽ നിങ്ങൾക്കൊരു സംശയം തോന്നി തുടങ്ങിയത്. അങ്ങനെ ഈ ഒരു വ്യക്തി എന്ത് ചെയ്തു, നിങ്ങളെ ഒരു നിലയില്ലാ കയത്തിലാക്കിയിട്ട് നിങ്ങളെ ഉപേക്ഷിച്ച് പോയതായിട്ട് കാണുന്നുണ്ട്. ഒരു മൊമെൻറ്റിലെത്തിയപ്പോൾ ഇവരുടെ പാട് നോക്കിപ്പോയി. പക്ഷേ എന്നിട്ട് ഇപ്പോൾ സംഭവിക്കുന്ന കാര്യം, ഇപ്പോൾ ലീവ് ഇൻ ടുഗദറിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരുപാട് വിശ്വസിച്ചതാണ് ഇവരെ. അതായത് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ ബന്ധത്തിൽ നിന്ന് ഒരുപാട് വിഷമങ്ങളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇവരെ കണ്ടുപിട്ടിയപ്പോൾ നിങ്ങൾ ചിന്തിച്ചത് ഇവരിൽ നിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഇവർക്ക് എന്നോട് ജീവനാണ്, അല്ലെങ്കിൽ അവൾക്ക് എന്നോട്, അല്ലെങ്കിൽ അവൻ എന്നോട് ഭയങ്കര ജീവനാണ് എന്നൊക്കെയാണ് നിങ്ങൾ കരുതിയത്. പക്ഷെ നിങ്ങൾ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല ഇവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടുമെന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചതി നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന്. അപ്പോൾ അങ്ങനെ ഒരു എനർജിയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കടുത്ത കുറ്റബോധം ഉണ്ടെങ്കിൽ പോലും എങ്ങനെ നിങ്ങളിലേക്ക് വരണമെന്ന് അവർക്കറിയില്ല. പക്ഷെ അവരുടെ ജീവിതത്തിൽ ഒരു ശാന്തി സമാധാനം ഒന്നും അവരിപ്പോൾ അനുഭവിക്കുന്നില്ല. അവർ കടുത്ത മാനസിക വേദനയിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് കാണാം. അങ്ങനെ ഒരു എനർജിയാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാര്യം ഇവരായിട്ട് ചെയ്തു പോയ ഒരു തെറ്റിൻ്റെ ഫലം ഇപ്പോൾ ഇവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൈവത്തിൽ ഒന്നും ഒരു വിശ്വസിക്കാത്ത ഒരു വ്യക്തികളായിരിക്കും, അല്ലെങ്കിൽ പ്രപഞ്ചത്തിലൊന്നും അങ്ങനെയൊന്നും വിശ്വസിക്കാതിരുന്ന വ്യക്തികൾ ഇപ്പോൾ ടാറോ റീഡിങ് അതുപോലെ തന്നെ ആത്മീയപരമായിട്ടുള്ള പല കാര്യങ്ങളിലേക്ക് ഇവർ ശ്രദ്ധ തിരിച്ചു വിടാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്കൊരു പ്രാധാന്യം കൊടുക്കാത്തതിൽ ഇവർക്ക് നല്ല കുറ്റബോധമുണ്ട്. നിങ്ങളുമായിട്ട് ബന്ധത്തിലിരുന്ന സമയത്ത് ഇവരെപ്പോഴും നിങ്ങളുടെ കുറ്റം പറയുകയും അതുപോലെ തന്നെ നിങ്ങളെ എപ്പോഴും തള്ളിപ്പറയുകയും ചെയ്തിരുന്ന വ്യക്തിയാണ്. മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ കുറച്ച് കാട്ടുക, ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ശരിക്കും. അതായത് നിങ്ങളുടെ വാല്യൂ ഇവരൊരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല നിങ്ങളുമായിട്ട് ബന്ധത്തിലായിരുന്ന ഒരു സമയത്ത്. പക്ഷേ ഇപ്പോഴും ഇവർ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ എങ്ങനെ നിങ്ങളിലേക്ക് വരണമെന്ന് അവർക്ക് ഒരു ഐഡിയ ഇല്ല. അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. കാര്യം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മിസ്സിങ് ആണ് ലൈഫിൽ. പക്ഷേ അവർക്ക് നിങ്ങളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ പോലും അവർക്കൊന്നും ചെയ്യാനായിട്ട് പറ്റാത്തൊരു സാഹചര്യമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരായിട്ടാണ് നിങ്ങളെ ഉപേക്ഷിച്ച് പോയത്. അപ്പോൾ ഇവർക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. കാര്യം നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ വളരെ ജെന്യൂനായിട്ട് നിന്ന ഒരാളാണ്. അപ്പം അവരുടെ മനസ്സിൽ ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കടുത്ത കുറ്റബോധമാണ് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ തോന്നുന്നത്. അവരുടെ കണ്ണ് നിറയും നിങ്ങളെക്കുറിച്ച് ഓർമ്മ വരുമ്പോൾ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വഞ്ചിച്ചൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരണമെന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇനി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കുമോ എന്നൊക്കെയുള്ളൊരു പേടി അവർക്കുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളിലേക്ക് എങ്ങനെ വരണം എന്നറിയില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്ത് നോക്കാൻ പോലും അവർക്ക് ഭയമാണ്. കാര്യം അവരെ അത്രയ്ക്കധികം നിങ്ങളെ വഞ്ചിച്ചൊരു വ്യക്തിയായിട്ടാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ഒരു മെസ്സേജാണ് എനിക്കിവിടെ കിട്ടുന്നത്. നമുക്ക് കുറച്ച് കാർഡും കൂടി എടുത്ത് നോക്കാം. ആ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. അവരിപ്പോൾ അവരുടെ കുടുംബത്തോടൊപ്പം ആണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയോടൊപ്പമാണ് പോയെങ്കിൽ പോലും ശരിക്കും അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. മറ്റൊരു പുരുഷനോടൊപ്പം അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയോടൊപ്പമാണ് പോയെങ്കിൽ അവിടെ എന്താണ് നടക്കുന്നതെന്ന് നോക്കാം. കുടുംബത്തോടൊപ്പം ആണെങ്കിലും അല്ലെങ്കിൽ തേർഡ് പാർട്ടിയിൽ. നോക്കാടാണ് വന്നത്. ഇപ്പോൾ കാർഡുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ഇതൊക്കെ നിങ്ങളുടെ എനർജിയാണ്. അവർ ഭയങ്കര വിഷമമാണ് അവർക്ക്. ആ ഒരു ഏത് സാഹചര്യത്തിലാണെങ്കിലും ഇപ്പോൾ അവർ
ഇപ്പോൾ അവരുടെ കുടുംബത്തോടൊപ്പം സ്വന്തം വീട്ടുകാരോടൊപ്പം ആണെങ്കിലും അതുപോലെ തന്നെ മറ്റൊരു സ്ത്രീയോട് അല്ലെങ്കിൽ മറ്റൊരു പുരുഷനോടൊപ്പമാണ് അവർ ജീവിക്കുന്നെങ്കിൽ പോലും അവരൊട്ടും ഹാപ്പിയല്ല എന്നാണ് കാണിക്കുന്നത്. കാര്യം തേർഡ് പാർട്ടി കാരണം അവർക്ക് കടുത്ത ഹൃദയവേദന, മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നുണ്ട്, ഹൃദയവേദന അനുഭവിക്കുന്നുള്ളതായിട്ട് കാണുന്നുണ്ട്. അവർ ഒട്ടും ഹാപ്പിയല്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു നിലവിലത്തെ സാഹചര്യത്തിൽ അതിപ്പോൾ അവരുടെ കുടുംബത്തോടൊപ്പം ആണെങ്കിലും തേർഡ് പാർട്ടിയോടൊപ്പം ആണെങ്കിലും, അപ്പോൾ തേർഡ് പാർട്ടി ആയിട്ടുള്ള മറ്റൊരു സ്ത്രീയോട് അല്ലെങ്കിൽ മറ്റൊരു പുരുഷനോടൊപ്പം ആണെങ്കിൽ പോലും നിങ്ങളുടെ വ്യക്തി നിലവിലത്തെ സാഹചര്യത്തിൽ ഹാപ്പിയല്ല. അവരൊറ്റയ്ക്കാണ്. കാര്യം എല്ലാവരും അവരുടെ ചുറ്റുമുണ്ടെങ്കിൽ പോലും അവരൊറ്റയ്ക്കാണ്. അപ്പം അവർക്ക് ഇപ്പോൾ ഒരു കുടുക്കിൽപ്പെട്ട ഒരു അവസ്ഥയാണ്. അവർ ഒരു കൂട്ടിലടച്ച ഒരു കിളിയുടെ ഒരു അവസ്ഥ, ഒരു തീരുമാനങ്ങളും എടുക്കാൻ കഴിയാത്തൊരവസ്ഥ. അതായത് ഈ ഒരു തേർഡ് പാർട്ടി ഇവരുടെ ജീവിതത്തിലേക്ക് വന്നത്, ഇപ്പോൾ ഒരു മറ്റൊരു പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും കുടുംബമാണെങ്കിലും ഇവരുടെ ജീവിതത്തിലേക്ക് വന്ന് ഇവർക്ക് നല്ല സാമ്പത്തിക ഭദ്രതയുള്ള വ്യക്തികളായിരുന്നായിരിക്കാം. അപ്പം അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ്, ഒരു സാമ്പത്തികം മാത്രം ലക്ഷ്യം വെച്ചിട്ടാണ് കുടുംബമാണെങ്കിലും തേർഡ് പാർട്ടി ആണെങ്കിലും ഇവരുടെ കൂടെ ഇപ്പം നിൽക്കുന്നത് തന്നെ. അതായത് ഇവരിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്ന, ഈ ഒരു തേർഡ് പാർട്ടികൾ പ്രതീക്ഷിക്കുന്നത് തന്നെ സാമ്പത്തികം മാത്രമാണ്. ഇവിടെ ഒരു ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹമോ ഒന്നുമില്ല. ഇവിടെ എന്നും ഒരു മനസ്സിനൊരു സുഖമില്ലാത്തൊരവസ്ഥയാണ് അവർക്ക്. കാര്യം ആ ഒരു തേർഡ് പാർട്ടി കാരണം അവരിപ്പോൾ കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പം മറ്റൊരു പുരുഷൻ അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയോടൊപ്പമാണ് ഇവർ പോയെങ്കിൽ ഈ ഒരു മറ്റൊരു പുരുഷൻ അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീക്ക്, തേർഡ് പാർട്ടിക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന് അവരറിയുകയും അതവരെ മാനസികമായിട്ട് ഒരുപാട് ദുഃഖത്തിലാഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്. അവർ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്ന നിമിഷമാണിത്. കാര്യം അവർക്ക് ഒരുപാട്, ഞാൻ കഴിഞ്ഞ സെറ്റ് ഓഫ് കാർഡുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു സെറ്റ് ഓഫ് കാർഡുകളിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ ഒരു വ്യക്തി നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്നുണ്ട്. അതായത് അവനായിരുന്നപ്പോൾ അല്ലെങ്കിൽ അവളായിരുന്നപ്പോൾ എന്നെ മാത്രമാണ് സ്നേഹിച്ചിരുന്നത്, എന്നെ അത്രയധികം വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയാണ്, എന്നിട്ടാണ് ഞാൻ ചതിച്ചത്. ദൈവമേ, ഇതിൻ്റെ ഫലമാണല്ലോ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അനുഭവിക്കുന്നത്, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണല്ലോ എൻ്റെ. അപ്പോൾ ഇതെല്ലാം ഞാനായിട്ട് വരുത്തി വെച്ചതാണ് ഈ ഒരു വിനകളെല്ലാം. അങ്ങനെ ഒരു മെസ്സേജാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ഒരു മാനസികാവസ്ഥയിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ കടന്നു പോകുന്നതായിട്ട് കാണുന്നത്. അപ്പം അവരുടെ നിലവിലത്തെ സിറ്റുവേഷൻ എടുത്ത് നോക്കി ഈ ഒരു കാർഡുകളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നിങ്ങളുടെ വ്യക്തി നിലവിലത്തെ സാഹചര്യത്തിൽ ഒട്ടും ഹാപ്പിയല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പുറത്ത് കിടക്കണമെന്ന് അവർ ഭയങ്കര ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാര്യം ആ ഒരു വ്യക്തിയുടെ മനസ്സ് ഒരുപാട് കുറ്റബോധം കൊണ്ട് നീറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പം കാണുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം അവർ ചെയ്ത തെറ്റിൻ്റെ ഫലമാണ് ഇപ്പോൾ അവർ അനുഭവിക്കുന്നത്. അപ്പം പക്ഷേ ഇതിൽ ദൈവം എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് പുറത്ത് കടത്തി തരണേ എന്നാണ് അവരിപ്പം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. തീവ്രമായിട്ട് അവർക്ക് ആഗ്രഹം അത് തന്നെയാണ്. കാര്യം അവരുടെ ജീവിതത്തിൽ അവർക്ക് തന്നെ എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയില്ല. അവരൊറ്റയ്ക്കാണ്. കാര്യം എല്ലാം ഉണ്ടായിരിക്കും, ഇവർക്ക് സാമ്പത്തികം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ സ്ഥാനമാനങ്ങളുണ്ടായിരിക്കും, പദവി ഉണ്ടായിരിക്കും, എല്ലാം ഉണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തി ഇപ്പം നിലവിൽ തനിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ രാത്രി കാലങ്ങളിലൊക്കെ ഈ ഒരു വ്യക്തിക്ക് കൂടുതലും നിങ്ങളുടെ ഒരു ഓർമ്മകൾ വരും. കാര്യം നിങ്ങളും അവരും തമ്മിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു മെമ്മറീസൊക്കെ അവർ ഓർത്തെടുക്കുന്ന രാത്രി കാലങ്ങളിലാണ്. പക്ഷേ ഇവിടെ ഒരു ചാരിയറ്റ് കാർഡ് വന്നു. ഇവർ ഒന്നിലധികം സാഹചര്യത്തെ ഒരുപോലെ കൊണ്ടുപോകാൻ ശ്രമിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ്, അതാണ് ഇവിടെ ഒരു 3 ഓഫ് സോർഡാണ് വന്നിരിക്കുന്നത്, ഇവിടെ ഒരു ചാരിയറ്റാണ്. എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ബദലായിട്ട് മറ്റൊരു വ്യക്തിയുമായിട്ടും ബന്ധം സ്ഥാപിച്ചു, അല്ലെങ്കിൽ കുടുംബത്തിനും പ്രാധാന്യം കൊടുത്തു. കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കേണ്ട എന്നല്ല പറയുന്നത്, പക്ഷേ ഒരു ബന്ധത്തിലേക്ക് വരുമ്പം സ്വന്തം പങ്കാളിയേക്കാൾ കൂടുതൽ കുടുംബക്കാർ പറയുന്ന വിശ്വസിച്ച് പോകുന്നൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ പുറത്തു നിന്നൊരു വ്യക്തിയെ നിങ്ങളെക്കാൾ ഏറെ സ്നേഹിക്കുന്ന ഒരു സിറ്റുവേഷൻ, ഇതൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് തന്നെ വലിയ പിഴവാണ് ശരിക്കും. അതൊക്കെ കൊണ്ടാണ് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ബന്ധം എൻഡിലേക്ക് പോകാനുള്ള കാര്യം ഇവർ കുടുംബക്കാർ പറഞ്ഞത് കേട്ട് നിങ്ങളെ അവിശ്വസിക്കുകയും നിങ്ങളുടെ സ്വഭാവ ദൂഷ്യമാണ് ഈ ഒരു ബന്ധം ഇല്ലാതാകാൻ കാരണമായത് എന്നൊക്കെയാണ് ഇവർ ആദ്യം കരുതിയിരുന്നത്. പക്ഷേ അതൊന്നുമല്ല കാര്യം. യഥാർത്ഥത്തിൽ നമ്മളെ തമ്മിൽ പിരിക്കാനായിട്ട് കുടുംബം അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി ഇടപെട്ട് ആ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ കുടുംബം വന്നതുകൊണ്ട് അതിനുശേഷമാണ് നിങ്ങൾ തമ്മിൽ പിരിയാനുള്ള കാരണമായതെന്നൊക്കെയുള്ളൊരു ഉത്തമ ബോധ്യം ഈ ഒരു വ്യക്തിക്കുണ്ട്. ഇപ്പോൾ തേർഡ് പാർട്ടി വന്നത് മറ്റൊരു സ്ത്രീ അല്ലെങ്കിൽ മറ്റൊരു പുരുഷൻ വന്നത് പ്രത്യേകിച്ച് എന്തുകൊണ്ടാണ്? ശാരീരിക സുഖത്തിന് വേണ്ടിയും അതുപോലെ തന്നെ അവരുടെ സമ്പത്ത് കണ്ടിട്ടാണ് അവരുടെ ജീവിതത്തിലേക്ക് അവർ വന്നത്. അല്ലെങ്കിൽ അവരൊന്നും അവരെ തേടി വരില്ലായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യബോധം ഇവർക്ക് വന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയും ആ ഒരു തേർഡ് പാർട്ടിയും തമ്മിൽ ഇപ്പോൾ ഒരുമിച്ചാണ് ജീവിക്കുന്നെങ്കിൽ പോലും 2 മുറികളിൽ, ഇപ്പോൾ ഒരു വീട്ടിലാണെങ്കിൽ 2 മുറിയിൽ കഴിയേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. ഒരു കംപ്ലീറ്റ്ലി ഒരു ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് വന്നിട്ടുണ്ട് ഈ ഒരു ബന്ധത്തിൽ. കാര്യം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു തേർഡ് പാർട്ടിയുടെ സ്വഭാവം ശരിയല്ല. തേർഡ് പാർട്ടിക്ക് മറ്റു പല വ്യക്തികളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, അതിലൊരാൾ മാത്രമായിരുന്നു ഞാനെന്നുള്ളൊരു തിരിച്ചറിവ്.
അവരെ കൂടുതൽ സമ്മർദ്ദത്തിലാഴ്ത്തുന്നുണ്ട്. തേർഡ് പാർട്ടിയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നത് അവരൊരുപാട് വേദനിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാര്യം അവരൊരുപാട് പ്രതീക്ഷ അർപ്പിച്ച ഒരു ബന്ധമായിരിക്കാം തേർഡ് പാർട്ടിയായിട്ടുള്ള ഒരു ബന്ധം. തേർഡ് പാർട്ടിയുടെ സൗന്ദര്യത്തിലും അതുപോലെ തന്നെ തേർഡ് പാർട്ടിയുടെ പണത്തിലും തേർഡ് പാർട്ടിയുടെ പദവിയിലും ഒക്കെ വീണുപോയി നിങ്ങളെയും തേർഡ് പാർട്ടിയും തമ്മിൽ കമ്പയർ ചെയ്ത് അങ്ങനെയൊക്കെയായിരുന്നു അവർ നിങ്ങളുമായിട്ട് ജീവിതത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കാര്യം അവരുടെ സ്നേഹം അവർ നിങ്ങൾക്കും തേർഡ് പാർട്ടിക്കുമായിട്ട് പകുത്തു നൽകിയതായിട്ട് എനിക്ക് കാർഡുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ തെറ്റായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ശരിയായ വ്യക്തി നിങ്ങളായിരുന്നു എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിലിപ്പം വന്നിട്ടുണ്ട്. ശരിക്കും ഇതൊക്കെ അവരെന്ന് പൊട്ടിക്കരയാനായിട്ട് അവരെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ശരിക്കും ഈ ഒരു നിമിഷത്തിൽ. ഇപ്പോൾ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും. കാര്യം അവരിപ്പം ഒരു ഭയങ്കര വിശ്വാസവഞ്ചന നേരിട്ട ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ വ്യക്തി. അതവരെ ഭയങ്കര മാനസിക സമ്മർദ്ദത്തിലാഴ്ത്തുന്നുണ്ട്. അതുപോലെ തന്നെ ജീവിക്കണമെന്ന് പോലും ഒരു താല്പര്യം അവർക്കില്ല. കാര്യം ഇനിയൊരു ഒരു ഹോപ്പ് ഇല്ല അവരുടെ ലൈഫിനെന്ന് അവരിപ്പോൾ അങ്ങനെ കരുതുന്നുണ്ട്. ഒരു പ്രതീക്ഷ അവർ കൊടുക്കുന്നില്ല. കാര്യം ഇന്ന് അല്ലെങ്കിൽ നാളെ ശരിയാകും എന്നുള്ളൊരു ചിന്തയൊന്നും അവർക്കില്ല. കാര്യം എങ്ങനെ ഏത് മുഖം വെച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരും. കാര്യം ഇവർ നിങ്ങളെ ഒരുപാട് വഞ്ചിച്ചൊരു വ്യക്തി തന്നെയാണ്. ഇവർ മൂലമാണ് നിങ്ങളുടെ നല്ലൊരു മനോഹരമായൊരു ബന്ധം എൻ്റെ ആകാൻ കാരണമായത് എന്നുള്ളൊരു ചിന്ത അവർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ മനസ്സിൽ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ പോലും ഒരു എങ്ങനെ വരുമെന്ന് അവർക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഇവിടെ 2 സെറ്റ് കാർഡുകളിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഒരു വ്യക്തി അതായത് നിങ്ങളുടെ വ്യക്തി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒട്ടും ഹാപ്പിയല്ല. ഇപ്പം നിലവിലിപ്പോൾ അവരുടെ കുടുംബത്തോടൊപ്പം ആണെങ്കിലും അവർ മറ്റൊരു ബന്ധത്തിലാണെങ്കിലും അവർ ആ 2 സാഹചര്യത്തിൽ ഹാപ്പിയല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അവർക്ക് എങ്ങനെ നിങ്ങളിലേക്ക് വരണം എന്നറിയില്ല. കാര്യം എന്തും ചെയ്യാൻ മടിക്കാത്ത തേർഡ് പാർട്ടിയും കുടുംബക്കാരുമാണ് ഇപ്പോൾ അവരുടെ ചുറ്റുമുള്ളത്. അപ്പോൾ അവരെയൊക്കെ ഭയന്നാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. കാര്യം ഒരു തീരുമാനം എടുക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. അവരുടെ ഒരു ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെക്കാനിക്കൽ ലൈഫാണ്. അവർ ജോലിക്ക് പോകും തിരികെ വരും. കാര്യം അല്ലാതെ അവർക്കൊരു ഒരഭിപ്രായവും ഇല്ല അവർ വീട്ടിൽ. ശരിക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. ഇവരെ എങ്ങനെ മറികടന്ന് അതിൽ നിന്ന് എങ്ങനെ മറികടന്ന് നിങ്ങളിലേക്ക് വരണമെന്ന് അവർക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അറിയില്ല. അവർക്ക് നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങൾ അവരെ പിന്നോട്ട് വലിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരാണ് തെറ്റ് ചെയ്തത്. അപ്പോൾ അവർക്ക് എങ്ങനെ നിങ്ങളിലേക്ക് വന്ന് പഴയതുപോലെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അവർക്ക് അറിയില്ല. പക്ഷെ അവരുടെ മനസ്സിൽ തീവ്രമായിട്ടുള്ളൊരു ആഗ്രഹമുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നൊക്കെ. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കുറച്ചും കൂടെ സമയം നിങ്ങൾ കാത്തിരിക്കണം എന്നാണ് പറയുന്നത്. ഒരു 6 വീക്സ് ഒക്കെയാണ് യൂണിവേഴ്സ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ഒരു 6 ആഴ്ചയെങ്കിലും സമയമെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ ഒരു 6 ആഴ്ച സമയപരിധിക്കുള്ളിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ളൊരു സാധ്യത ഇവിടെ കാർഡുകൾ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്കുള്ള ഇന്നത്തെ റീഡിങ്. ഇനി നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആ ഒരു എന്തോ പറയാനുണ്ട്. അപ്പോൾ അതെന്താണ് നിങ്ങളോട് ഈ ഒരു സമയത്ത് ഒരു പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നോക്കാം. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഈ ഒരു സമയത്ത് അവരെന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നോക്കാം. പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ്, ഇത് വെറുമൊരു റിലേഷൻഷിപ്പ് അല്ല. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം വെറുമൊരു ബന്ധമല്ല. നേരത്തെ ഞാനൊരു പാസ്റ്റ് ലൈഫ് കാർഡ് വന്നു, അപ്പോഴേ ഞാൻ പറഞ്ഞു ഇത് നിങ്ങളൊരു തമ്മിലുള്ളൊരു ജന്മാന്തര ബന്ധമാണ്. ശരിക്കും ഈ ഒരു ജന്മത്തിൽ കണ്ടുമുട്ടിയവരല്ല, നിങ്ങൾ പല പല ജന്മങ്ങളിൽ കണ്ടുമുട്ടിയ വ്യക്തികളാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ ഒരു ജന്മത്തിൽ വീണ്ടും കണ്ടുമുട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു യു ഹാവ് നോൺ ഈച്ച് അതർ ബിഫോർ എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ഒരു ബന്ധം ഒരു പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് ആണ് എന്നുള്ളൊരു ബോധ്യം ഇവർക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു മെസ്സേജാണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് എനിക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ ഒരു വ്യക്തിയുടെ മെസ്സേജായിട്ട് കേട്ടോ. ഈ ഒരു വ്യക്തിക്ക് അതുകൊണ്ട് തന്നെ നിങ്ങളെ വിട്ടുകളയാനൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇപ്പോഴവർ നിങ്ങൾക്കായിട്ടൊരു തീരുമാനം എടുത്തില്ല എങ്കിൽ പോലും ഫ്യൂച്ചറിൽ അവർ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് തന്നെ കാണുന്നുണ്ട്. ഒരു റീയൂണിയൻ ഡെഫിനറ്റ്ലി ഉണ്ടാകുമെന്നാണ് ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ പെട്ടെന്നല്ല എങ്കിലും റീയൂണിയൻ ഉണ്ടാകും. കുറച്ച് പേർക്ക് മാത്രമാണ് വളരെ പെട്ടെന്ന് റീയൂണിയൻ സംഭവിക്കുന്നത്. മജോറിറ്റി ആളുകൾക്ക് ഒരു 6 വീക്സിനുള്ളിലാണ് റീയൂണിയൻ സംഭവിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഇന്നത്തെ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമായാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള ജേർണിയുടെ ഏറ്റവും പ്രധാന ഘടകം. അപ്പോൾ നിങ്ങളൊക്കെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം വീണ്ടും മറ്റൊരു റീഡിങ്ങിൽ കാണാമെന്നൊരു പ്രതീക്ഷയോടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി, ആർക്കെങ്കിലും ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ പേഴ്സണൽ റീഡിങ്ങിന് എടുക്കാവുന്നതാണ്. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നമ്മൾ വീഡിയോടൊപ്പം ചേർത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. മെസ്സേജ് അയച്ചാൽ മതി, കോൾ ചെയ്യേണ്ട, മെസ്സേജ് അയച്ചാൽ മതി വാട്സപ്പിൽ. അപ്പോൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയെന്നു. നന്ദി, നമസ്കാരം. ഓക്കേ.